ഹായ് മക്കളെ, നമ്മൾ പ്ലസ് 1 ഫിസിക്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ, നിങ്ങൾക്കറിയാം 8 9 മാർക്കിനോ വെയിറ്റേജുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഈ ചാപ്റ്ററാണ് നമ്മളിനി നോക്കുന്നത്. ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകൾ നിങ്ങൾക്കറിയാം, ധാരാളം ഡെറിവേഷൻസ് ഉള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും നമ്മളൊന്ന് ക്വിക്കായി നോക്കിയാലോ. തുടങ്ങാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ചെയ്യുന്നവരെ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്സും ഗ്യാസസും, അവരെ ഒന്നിച്ച് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ് എന്നുള്ളത്. ഫ്ലൂയിഡുകളുടെ എല്ലാ പ്രോപ്പർട്ടീസിനും കാരണം ഫ്ലൂയിഡുകളുടെ പ്രഷറും ഫ്ലൂയിഡുകളുടെ ഡെൻസിറ്റിയുമാണെന്ന് പറയാം. എങ്ങനെ ഫ്ലൂയിഡ് ഡെൻസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഡെൻസിറ്റി നിങ്ങൾക്കറിയാം, മാസ് ബൈ വോള്യം. ഡെൻസിറ്റിയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ റേസ് ടു -3. റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊരു ടേം കേട്ട് കാണും. എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി കാണുക? ആ വസ്തുവിൻ്റെ ഡെൻസിറ്റിയെ വാട്ടറിൻ്റെ ഡെൻസിറ്റിയുമായി ഡിവൈഡ് ചെയ്യുക. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. മേലെയും താഴെയും ഡെൻസിറ്റി ആയതുകൊണ്ട് റിലേറ്റീവ് ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഇല്ല, ഡയമെൻഷനും ഇല്ല. ഓക്കെ, ദെൻ ഫ്ലൂയിഡ് പ്രഷർ കാണാനുള്ള ഫോർമുല നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സ് ബൈ ഏരിയ. ആ ഫോഴ്സ് എന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കണം, നോർമൽ ഫോഴ്സ്, പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ. പ്രഷറിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കലാണ്. എന്നാൽ പ്രഷറിന് വേറെയും പല യൂണിറ്റുകളുമുണ്ട്. മറ്റ് യൂണിറ്റുകൾ നോക്ക്, ATM, നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷറൊക്കെ പറയുന്ന ATM, അതേപോലെ ബാർ, ടോർ, ഇങ്ങനെ പല യൂണിറ്റുകളുമുണ്ട്. ഒരു ATM എന്ന് പറയുന്നത് എത്ര പാസ്കലാണ്? പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്, പഠിച്ചു വെക്കണം. 1.013 × 10⁵ പാസ്കൽ. ഈ പ്രഷർ എന്ന് പറയുന്നത്, ഈ 1.013 × 10⁵ പാസ്കൽ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് ഗ്യാസസ് ഉണ്ടാക്കുന്ന പ്രഷറാണ്. അത് നമ്മൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയും. 1 അറ്റ്മോസ്ഫറിക് പ്രഷറിൻ്റെ വാല്യൂ ആണ് ഇത്. ഓക്കെ, ഒരു ബാർ എന്ന് പറയുന്നത് 10⁵ പാസ്കലിൻ്റെയുമാണ്. അപ്പോൾ നമുക്ക് 1 ATM = 1.013 ബാർ എന്ന് പറയാം, 10⁵ പാസ്കലിൻ്റെ ബാർ എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി ഫ്ലൂയിഡിൻ്റെ പ്രഷറുമായി ബന്ധപ്പെട്ട് നോക്കണം. ഇത് ഒരു കണ്ടെയ്നറിൽ ഞാനൊരു ലിക്വിഡ് എടുത്തിരിക്കുകയാണ്, ഒരു ഫ്ലൂയിഡ്. ആ ലിക്വിഡിനകത്തെ 2 പോയിന്റുകൾ 1, 2 എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. 1 ഉം 2 ഉം തമ്മിലുള്ള ആ ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഡെപ്ത് H എന്ന് മാർക്ക് ചെയ്തിരിക്കുകയാണ്. 1 എന്ന പോയിന്റിലും 2 എന്ന പോയിന്റിലും ഫ്ലൂയിഡിൻ്റെ പ്രഷർ ഉണ്ട്. എവിടെയാണ് പ്രഷർ കൂടുതൽ? 2 എന്നുള്ള പോയിന്റ്. ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടുമെന്നാണ്. ഓക്കെ, അപ്പോൾ 2-ലാണ് പ്രഷർ കൂടുതൽ. P-യിൽ നമുക്ക് P2 > P1 എന്ന് പറയാം. ആ പ്രഷർ ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് പഠിച്ചു വെക്കണം. P2 - P1 = H⍴g. H ഡെപ്താണ്, റോ ഡെൻസിറ്റിയാണ്, G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇതിൽ ഈ 1 എന്ന പോയിന്റ് ഈ ലിക്വിഡിൻ്റെ സർഫസിലാണെങ്കിലോ, അപ്പോൾ അവിടെ P1, ഈ 1 എന്ന പോയിന്റിലെ പ്രഷർ അറ്റ്മോസ്ഫറിക് ഗ്യാസസ് ഉണ്ടാക്കുന്ന പ്രഷറാണ്. P1 = PATM എന്ന് പറയാം. അങ്ങനെയെങ്കിൽ P2 - P1 എന്നത് P2 - PATM = H⍴g എന്ന് പറയാം. അങ്ങനെയെങ്കിൽ P2 = 2 എന്ന പോയിന്റിലെ പ്രഷർ PATM + H⍴g. ഓക്കെ, ഈ 2 എന്ന പോയിന്റിലെ ടോട്ടൽ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് H ഡെപ്തിലുള്ള ലിക്വിഡ് ഉണ്ടാക്കുന്ന H⍴g. ഈ ടോട്ടൽ പ്രഷറിനെ അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറയും. എന്നാൽ ആ ലിക്വിഡ് മാത്രം ഉണ്ടാക്കുന്ന, ആ ഫ്ലൂയിഡ് മാത്രം ഉണ്ടാക്കുന്ന, ആ പർട്ടിക്കുലർ ഫ്ലൂയിഡ് മാത്രം, അറ്റ്മോസ്ഫറിക് പ്രഷർ കൂടാതെ ആ ഫ്ലൂയിഡ് മാത്രം ഉണ്ടാക്കുന്ന പ്രഷറായ H⍴gയെ ഗേജ് പ്രഷർ എന്നും പറയും. ഓക്കെ, ശ്രദ്ധിക്കണം, ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടുന്നത് കൊണ്ടാണ് ബ്ലഡ് പ്രഷർ കൂടുതൽ കാൽഭാഗത്താണ്, തലഭാഗത്തേക്കാൾ കൂടുതൽ എന്ന് പറയുന്നു. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ബ്ലഡ് പ്രഷർ ഈസ് മോർ അറ്റ് ഫീറ്റ് ദാൻ അറ്റ് ബ്രെയിൻ. എന്തുകൊണ്ട് ചോദിക്കുമ്പോൾ ഡെപ്ത് കൂടുന്നതുകൊണ്ട് പ്രഷർ കൂടുന്നു എന്നുത്തരം പറയണം. ഓക്കെ, സോ ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് ഇനി വരുന്നത്. നോക്കണം, P2 - P1 = H⍴g, അല്ലെങ്കിൽ P2 അബ്സല്യൂട്ട് പ്രഷർ PATM + H⍴g എന്ന് പഠിച്ചാലോ. അങ്ങനെയെങ്കിൽ ഒരു ഫ്ലൂയിഡ്, ഇപ്പോൾ നേരത്തെ നമ്മൾ എടുത്ത ആ അബ്സല്യൂട്ട് പ്രഷറിൻ്റെ ഡയഗ്രം നോക്ക്. 2 എന്ന പോയിന്റിലെ അബ്സല്യൂട്ട് പ്രഷർ അല്ലേ ഇത്? ഞാൻ ഈ 2 എന്ന പോയിന്റിൻ്റെ തൊട്ടടുത്ത് വേറൊരു പോയിന്റ് എടുത്തു. ഇവിടെയൊക്കെ ഈ 3 പോയിന്റുകൾ നോക്ക്, 2, 3, 4, എല്ലാ പോയിന്റിലേക്കും ഈ സർഫസിൽ നിന്ന് H ഡെപ്ത് അല്ലേ ഉള്ളത്. അപ്പോൾ 2-ലെയും 3-ലെയും 4-ലെയും എല്ലാം പ്രഷർ സെയിം അല്ലേ, കാരണം എല്ലാം ഒരേ ഡെപ്തിലാണ്. അപ്പോൾ ഈ 2, 3, 4 ഈ പോയിന്റുകൾ ഒരേ ഹൊറിസോണ്ടൽ ലെവലിലാണ്, ഒരേ ലെവലിലായതുകൊണ്ട് ആ ഒരേ ലെവലിലുള്ള എല്ലാ പോയിന്റിലെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറയാം. പ്രഷർ വിൽ ബി സെയിം അറ്റ് ദി സെയിം ഹൊറിസോണ്ടൽ ലെവൽ, അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദി സെയിം ഹൊറിസോണ്ടൽ ലെവൽ. ഇതുമായി ബന്ധപ്പെട്ട എക്സാമിന് സ്ഥിരം കാണുന്നൊരു ചിത്രം കണ്ട നിങ്ങൾ, ഡിഫറൻറ്റ് ഷേപ്പിലുള്ള വെസലുകൾ കണ്ട, പല ഷേപ്പിലുള്ള പാത്രങ്ങൾ, ഇതിലെല്ലാം വെള്ളം നിറച്ചിരിക്കുകയാണ്. വെള്ളം നിറക്കുമ്പോൾ ആ എല്ലാ വെസലിലും ഒരേ ഹൈറ്റിലേക്കാണ് ലെവൽ പൊങ്ങുന്നത്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? വ്യത്യസ്ത ഷേപ്പുള്ള വെസലാകുമ്പോൾ പല ഹൈറ്റിലേക്കായിരിക്കും വെള്ളം പൊങ്ങുക എന്നാണ്. അങ്ങനെയല്ല, ഒരേ ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങുന്നു. ഓക്കെ, ഒരേ ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങാനുള്ള കാരണം നോക്കാം, ABC 3ഉം ഒരേ ഹൊറിസോണ്ടൽ ലെവലിലല്ലേ, അവിടെ എല്ലായിടത്തും പ്രഷർ സെയിം ആവണ്ടേ. എന്താ പ്രഷറിൻ്റെ ഫോർമുല? P അറ്റ്മോസ്ഫിയർ + H⍴g. ഒരേ ഹൈറ്റ് വന്നെങ്കിലല്ലേ Aയിലും Bയിലും Cയിലും പ്രഷർ സെയിം ആയി വരും. അപ്പോൾ ഓരോ വെസലിലും ഒരേ ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങുന്നു. ഈ കാര്യത്തെ നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഫിനോമിനൻ എന്തറിയപ്പെടുന്നു എന്ന് ചോദിക്കും. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്, പേര് മറക്കരുത്.
അതേപോലെ മറ്റൊരു എക്സാമ്പിളാണ് ഈ ഫ്ലൂയിഡ് പ്രഷർ ഒരേ ലെവലിൽ സെയിം ആയിരിക്കും എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ഡിവൈസിൻ്റെ വർക്കിംഗ് ആണ് ബാരോമീറ്റർ. നിങ്ങൾക്കറിയാം അറ്റ്മോസ്ഫറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാരോമീറ്റർ. നോക്കട്ടെ, ഈ പാത്രത്തിനകത്ത് മെർക്കുറിയാണ്. ആ പാത്രത്തിലേക്ക് 1 മീറ്റർ ഹൈറ്റുള്ള ട്യൂബിനകത്ത് മുഴുവൻ മെർക്കുറി നിറച്ച് അതിലേക്ക് ആ പാത്രത്തിലേക്ക് എന്തിരിക്കുകയാണ്, കമിഴ്ത്തിരിക്കുകയാണ്. അപ്പോൾ ആ മെർക്കുറി ലെവൽ ഇങ്ങനെ താഴ്ന്നു വന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തിയാൽ പിന്നെ മെർക്കുറി ലെവൽ ആ പാത്രത്തിലേക്ക് വീഴുന്നില്ല. 76 സെൻറ്റിമീറ്റർ ലെവലിൽ മെർക്കുറി അവിടെ നിൽക്കുകയാണ്. നോക്കണം, ഈ പോയിന്റ് ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു, ഈ ട്യൂബിനകത്തൊരു പോയിന്റ് ബി എന്ന് മാർക്ക് ചെയ്താൽ എയും ബിയും ഒരേ ലെവലിലല്ലേ? അപ്പോൾ എയിലും ബിയിലും പ്രഷർ സെയിമാണ്. എയിലെ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പോൾ ബി എന്ന പോയിന്റിലെ പ്രഷറോ 76 സെൻറ്റിമീറ്റർ മെർക്കുറി ഉണ്ടാക്കുന്ന പ്രഷറാണ്. അപ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ മെർക്കുറി ഉണ്ടാക്കുന്ന പ്രഷറാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ബാരോമീറ്ററിൻ്റെ വർക്കിംഗ്. കാര്യമായി ചോദ്യങ്ങളൊന്നും അവിടെ നിന്ന് വരാറില്ല. പിന്നെ ചോദ്യങ്ങൾ ഒരിക്കൽ എക്സാമിന് വന്നത് ഒരു ലിഫ്റ്റിൽ ഒരു ബാരോമീറ്റർ ഉണ്ടെന്ന് കരുതുക. ലിഫ്റ്റ് മേലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചില്ലേ, അപ്പാരൻറ്റ് വെയിറ്റുമായി ബന്ധപ്പെട്ട് ആ ഭാഗത്തു നിന്ന് ചോദ്യം വരാറുണ്ട്. ലിഫ്റ്റിൽ മേലോട്ട് പോകുമ്പോൾ ബാരോമീറ്റർ റീഡിംഗ് ഹൈറ്റ് എന്ത് ചെയ്യുന്നു, ബാരോമീറ്ററിൻ്റെ ഹൈറ്റ് 76 താഴുന്നു. ലിഫ്റ്റിൽ താഴോട്ട് വരുമ്പോൾ ബാരോമീറ്ററിൻ്റെ റീഡിംഗ് 76 സെൻറ്റിമീറ്ററിനേക്കാളും കൂടിയതായി കാണുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ബാരോമീറ്ററിലെ ആ ഹൈറ്റ്, ആ മെർക്കുറി ലെവൽ ലിഫ്റ്റ് മേലോട്ട് പോകുന്ന സമയത്ത് കുറയുകയാണെന്നും താഴോട്ട് വരുന്ന സമയത്ത് കൂടുകയാണെന്നും ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ വളരെ പ്രധാനപ്പെട്ട ഫ്ലൂയിഡ് പ്രഷറുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലേക്ക് വരുന്നു. പാസ്കലിലൂടെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ അപ്ലിക്കേഷനായി ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ്, അത് വെച്ചുള്ള പ്രോബ്ലം നിർബന്ധമായും മക്കൾ പഠിച്ചിരിക്കണം. എന്താണ് പാസ്കൽസ് ലോ? ശ്രദ്ധിക്കണം, ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡ്, അടച്ചു വെച്ച ഒരു ഫ്ലൂയിഡ്, അതിൻ്റെ ഒരു ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ മറ്റെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ട്രാൻസ്ഫർ ചെയ്യും. ടൂത്ത് പേസ്റ്റ് എടുത്ത് അടിഭാഗത്ത് പ്രസ് ചെയ്യുമ്പോൾ മുകളിലുള്ള ആ ഹോളിലൂടെ ആ പേസ്റ്റ് പുറത്തേക്ക് വരുന്നു. ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡിൻ്റെ ഒരു ഭാഗത്ത് പ്രഷർ കൊടുത്താൽ അതെല്ലാ ഭാഗത്തേക്കും ഈക്വലായി ട്രാൻസ്ഫർ ചെയ്യും. പ്രഷർ എക്സെപ്റ്റഡ് ഓൺ ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ഈക്വലി ട്രാൻസ്ഫർഡ് ടു ഓൾ അതർ പാർട്സ്. ഇതിൻ്റെ അപ്ലിക്കേഷനായി ഹൈഡ്രോളിക് ലിഫ്റ്റ് ഡയഗ്രാം എല്ലാവർക്കും അറിയാം. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ 2 സിലിണ്ടറുകളാണ്. ഒന്ന് ചെറിയ ഏരിയയുള്ള സിലിണ്ടർ, ഒന്ന് വലിയ ഏരിയയുള്ള സിലിണ്ടർ. ഇതിനകത്തൊരു ലിക്വിഡ്, ഒരു ഫ്ലൂയിഡ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ പിസ്റ്റൺ താഴ്ത്തുന്നു. ഈ ചെറിയ ഏരിയയിൽ ചെറിയ ഫോഴ്സ് കൊടുക്കുന്നു. അതിവിടെ എത്തുമ്പോൾ വലിയ ഫോഴ്സായി മാറുകയും ഈ ഹെവി ലോഡ്, ഈ വാഹനം, ഈ കാറൊക്കെ ഉയർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് എക്സാമിന് ചോദിക്കുമ്പോൾ നിങ്ങൾ സിമ്പിളായി എഴുതണം. നോക്കണം, സ്മോൾ ഫോഴ്സ് ഓൺ സ്മോൾ ഏരിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലാർജ് ഫോഴ്സ് ഓൺ ലാർജ് ഏരിയ. അത്ര മതി. നോക്കട്ടെ, ഇവിടെ ഒരു എൻക്ലോസ്ഡ് ഫ്ലൂയിഡാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ P1, ഇവിടെ കിട്ടുന്ന പ്രഷർ P2. P1 ഉം P2 ഈക്വൽ ആണെന്നല്ലേ പാസ്കൽസിലോ? P1 F1/A1 is equal to F2/A2. A2 എന്നുള്ള ഏരിയ വളരെ വലുതാണ്. ഇവിടെ ഡിനോമിനേറ്റർ വളരെ വലുതാണ്, ഇവിടെ ഡിനോമിനേറ്റർ ചെറുതാണ്. A2 വളരെ വലുതാകുമ്പോൾ F2 എന്നുള്ള ഫോഴ്സ് F1നേക്കാൾ വളരെ വലുതാവും. ഈ വലിയ ഫോഴ്സ് ഉപയോഗിച്ച് ഹെവി ലോഡ് പൊക്കാൻ സാധിക്കുന്നു. പ്രോബ്ലം വരുമ്പോൾ മറക്കരുത്, ഈ ഓരോ സിലിണ്ടറിൻ്റെയും ഏരിയ കാണുമ്പോൾ πr² എന്നുള്ള ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കാണാൻ മറക്കരുത്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ പാസ്കൽസ് ലോയും അതിൻ്റെ അപ്ലിക്കേഷനും പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫ്ലോയിങ് ഫ്ലൂയിഡുകളുടെ ഫ്ലോയെ സംബന്ധിച്ച് പഠിച്ചു തുടങ്ങാം. ഫ്ലൂയിഡുകളുടെ ഫ്ലോ പ്രധാനമായും 2 രീതിയിൽ. ഒന്ന് സ്ട്രീം ലൈൻ ഫ്ലോ, മറ്റൊന്ന് ടർബുലൻറ്റ് ഫ്ലോ. വാട്ടർ ടാപ്പൊക്കെ മെല്ലെ തുറന്നാൽ സ്മൂത്തായി വെള്ളം വരും. അത് വളരെ ലോ സ്പീഡിൽ ഉണ്ടാകുന്ന ആ സ്മൂത്ത് ഫ്ലോ, അതാണ് സ്ട്രീം ലൈൻ ഫ്ലോ. എന്നാൽ കൂടുതലായി ഓപ്പൺ ആക്കിയാൽ ചിതറിപ്പോകും വെള്ളം, ഫാസ്റ്റായി വരുമ്പോൾ ഡിസോർഡറായി പോകും, അതാണ് ടർബുലൻറ്റ് ഫ്ലോ. പ്രത്യേകത ശ്രദ്ധിക്കുക, ലോ സ്പീഡിലാണ് സ്ട്രീം ലൈൻ ഫ്ലോ, ഹൈ സ്പീഡിലാണ് ടർബുലൻറ്റ് ഫ്ലോ. നോക്കണം, റെഗുലർ ആൻഡ് ഓർഡർലി ഫ്ലോ ആണ് സ്ട്രീം ലൈൻ ഫ്ലോ എങ്കിൽ ഇറഗുലർ ആണ്, ഡിസോർഡേഡ് മാനറിലുള്ള ഫ്ലോ ആണ് ടർബുലൻറ്റ് ഫ്ലോ. ശ്രദ്ധിക്കേണ്ടത്, ഈ സ്ട്രീം ലൈൻ ഫ്ലോയ്ക്കകത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ ഏത് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ വരുമ്പോഴും ഒരേ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് എടുക്കുക, ഈ പോയിന്റിൽ ഒരു പാർട്ടിക്കിൾ എത്തുമ്പോൾ വെലോസിറ്റി 10 ആണെങ്കിൽ എല്ലാ പാർട്ടിക്കിളും ആ പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി 10 ആയിരിക്കും. ഓക്കെ, എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഡിസോർഡർ ഇറഗുലർ മാനറിലുള്ള ഫ്ലോ ആണ്. അപ്പോൾ ഓരോ പോയിന്റിൽ പല പാർട്ടികൾക്ക് പല വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ എക്സാമിന് കമ്പയർ ചെയ്യാൻ ചോദിക്കും സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും. തെറ്റാതെ മറക്കാതെ ഇതൊന്ന് പോസ് ചെയ്ത് അന്ന് നോട്ട് ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, ദെൻ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നിങ്ങൾക്കറിയാം, ഈ ചാപ്റ്റർ ധാരാളം ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ഡെറിവേഷനിലേക്ക് നമ്മൾ വരികയാണ്, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നിങ്ങൾക്കറിയാം, നമ്മളൊരു ഹോസ് പൈപ്പ് ഉപയോഗിച്ച് ചെടികളൊക്കെ നനക്കുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ അറ്റത്ത് വിരൽ വെച്ച് കൊടുത്താൽ ആ വെള്ളം പോകുന്ന ഏരിയ കുറയുന്നു. ഏരിയ കുറഞ്ഞാൽ വെള്ളം ഫാസ്റ്റായി പോകുന്നു. ഏരിയയും അതേപോലെ ആ ഏരിയയിലൂടെയുള്ള ആ ലിക്വിഡിൻ്റെ വെലോസിറ്റിയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഏരിയ കൂടുന്നിടത്ത് വെലോസിറ്റി കുറയും, ഏരിയ കുറയുന്നിടത്ത് വെലോസിറ്റി കൂടും. ഇതാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്നുള്ള ആ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ നിന്നാണ്. എന്താ ഇക്വേഷൻ പറ? A1 V1 is equal to A2 V2. A1 A2 പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, V1 V2 വെലോസിറ്റി. ശ്രദ്ധിക്കണം, വെലോസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. നോക്കണം, ഇത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ വ്യത്യസ്ത ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പ് അങ്ങ് വരയ്ക്കാം. ഇവിടുത്തെ ഏരിയ A1 V1, ഇവിടുത്തെ ഏരിയ A2 V2. ശ്രദ്ധിക്കേണ്ടത്, ഒരു പർട്ടിക്കുലർ ടൈം, ഉദാഹരണത്തിന് ഒരു 5 സെക്കൻഡ് ആവട്ടെ, 5 സെക്കൻഡ് സമയം കൊണ്ട് ഈ ഏരിയയിലൂടെ കയറുന്ന വെള്ളത്തിൻ്റെ മാസും അതേ 5 സെക്കൻഡ് കൊണ്ട് ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ മാസും സെയിം ആയിരിക്കും.
ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ബേസിലാണ് ഈ ഇക്വേഷൻ വരുന്നത്. മറക്കരുത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ അതുകൊണ്ട് M1 = M2. ഇവിടെ നമ്മൾ M മാസുള്ള ലിക്വിഡ് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു, അതേ M മാസുള്ള ലിക്വിഡ് ഇവിടെയും ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. നോക്കട്ടെ, ഒരു പെർട്ടിക്കുലർ ടൈം 5 സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു, T എന്ന ടൈം എടുക്കുക. T എന്ന സമയം കൊണ്ട് ഇതിലേക്ക് കയറിയ വെള്ളം x1 ഡിസ്റ്റൻസാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതേ സമയം കൊണ്ട് x2 ഡിസ്റ്റൻസ് സഞ്ചരിക്കും. ഡയഗ്രം തെറ്റാതെ വരക്കാൻ പഠിച്ചാൽ സിമ്പിൾ സ്റ്റെപ്സിൽ നമുക്ക് A1 V1 = A2 V2 ഡിറൈവ് ചെയ്തെടുക്കാം. നോക്കാം, M1 = M2. മാസ് = ഡെൻസിറ്റി ഇൻറ്റു വോള്യം എന്നല്ലേ, വോള്യം ഇൻറ്റു ഡെൻസിറ്റി, V1 ഇൻറ്റു റോ, V2 ഇൻറ്റു റോ. റോ ഡെൻസിറ്റി കട്ട് ചെയ്ത് കളഞ്ഞു. സോ V1 = V2. V വോള്യം, വോള്യം കാണാൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, ഏരിയ A1 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് x1 ആണ്. സോ വോള്യം A1 x1, A2 x2. എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റിനെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതാം. സോ A1 V1t = A2 V2t. T ക്യാൻസൽ ചെയ്ത് പോയി. സോ A1 V1 = A2 V2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രോബ്ലം ചോദിച്ചേക്കാം. ഡെറിവേഷനാണ് കൂടുതലും ചോദിക്കാറുള്ളത്, ഫോർമുല മാത്രം എഴുതാനും ചോദിക്കും. എന്താണെങ്കിലും നമുക്ക് എഴുതാൻ മനസ്സിലായി. അങ്ങനെയെങ്കിൽ നമ്മളിനി ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനിലേക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ബെർണോളിസ് തിയറം ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ കുറവാണെന്ന് പറയും. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷനായി നമ്മൾ എണ്ണുന്ന ഒന്നാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം. ബെർണോളിസ് തിയറം എന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ ഫ്ലൂയിഡുകളുടെ ഫ്ലോയുമായി ബന്ധപ്പെട്ട ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫ് നിർബന്ധമായി മക്കൾ പഠിച്ചിരിക്കണം. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ആദ്യം ഇവിടേക്കൊന്ന് പാടാം. ഒഴുകുന്ന വെള്ളത്തിന് 3 എനർജികളാണ്. ഒന്ന് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, പ്രഷർ എനർജി. കൈനറ്റിക് എനർജി എന്താ ഫോർമുല? ½ mv². പൊട്ടൻഷ്യൽ എനർജിയോ mgh. പ്രഷർ എനർജി പ്രഷർ ഇൻറ്റു വോള്യം. പ്രഷർ എനർജി പ്രഷർ ഇൻറ്റു വോള്യം. അപ്പോൾ ടോട്ടൽ എനർജി കാണുമ്പോൾ ½ mv² + mgh + പ്രഷർ ഇൻറ്റു വോള്യം. ടോട്ടൽ എനർജി ബൈ വോള്യം കാണുമ്പോഴോ ഇതെല്ലാം ആഡ് ചെയ്ത് വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നോക്കണം, മാസ് ബൈ വോള്യം ഡെൻസിറ്റി അല്ലേ, അപ്പോൾ M/V റോ, അതേപോലെ M/V റോ, അതേപോലെ ഇവിടെ V കട്ട് ചെയ്ത് P. അപ്പോൾ ഇതാണ് ടോട്ടൽ എനർജി പെർ വോള്യം, പെർ യൂണിറ്റ് വോള്യം. ഓക്കെ, ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോള്യം ഏതാ പറയുക? P + ½ ρ V² + ρgh. ഇനി എന്താണ് ബെർണോളിസ് തിയറം? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോള്യം കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോള്യം ഓഫ് എ ഫ്ലോയിങ് ഫ്ലൂയിഡ് ഇസ് കോൺസ്റ്റൻറ്റ്. സ്റ്റേറ്റ്മെൻ്റ് ആയി. അപ്പോൾ ഇക്വേഷനോ ദ P + ½ ρ V² + ρgh, അതല്ലേ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോള്യം, അത് കോൺസ്റ്റൻ്റ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ പോരാ, ഈ കാര്യം അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിന് ചില പ്രത്യേകത ഉണ്ടായിരിക്കണം. ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ആയിരിക്കണം, അതേപോലെ നോൺ വിസ്കസ്, വിസ്കോസിറ്റി ഇല്ലാത്ത ഫ്ലൂയിഡ് ആയിരിക്കണം, അതേപോലെ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം. അപ്പോൾ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതണം. ഇനി ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ് നോക്കണം. ഡിഫറൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു പൈപ്പ് ഒക്കെ ഞാനിങ്ങനെ താഴെ നിന്ന് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് പോലെ കാണിച്ചു. ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്, ഇവിടെ ഹൈറ്റ് കുറവാണ്, ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൈപ്പ് വരച്ചതിന് ശേഷം ഉയരം വ്യത്യാസം കാണിക്കണം, അതേപോലെ ഏരിയയും വ്യത്യാസം കാണിക്കണം. എന്നിട്ട് ഇവിടെ V വോള്യം ഫ്ലൂയിഡ് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യുക, അതേ വോള്യം ഫ്ലൂയിഡ് ഇവിടെയും മാർക്ക് ചെയ്യുക. V വോള്യം നേരത്തെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്കകത്ത് നമ്മൾ മാസ്, ഓക്കെ, അവിടെ ഈക്വൽ മാസ് ആണ് കാണിച്ചെങ്കിൽ ഇവിടെ ഈക്വൽ വോള്യം നമ്മൾ ഇങ്ങനെ കാണിച്ചു നോക്കാം. ദെൻ ശ്രദ്ധിക്കണം, ഇവിടെ പ്രഷർ കാണിച്ചിട്ടുണ്ട്, അപ്പോൾ ഇവിടെ P1 P2 മാർക്ക് ചെയ്യണം, അതേപോലെ വെലോസിറ്റി V1 V2 മാർക്ക് ചെയ്യണം, H1 H2 മാർക്ക് ചെയ്യുക. പ്രഷറും വെലോസിറ്റിയും ഹൈറ്റും അല്ലേ ഈ ഇക്വേഷനിലുള്ളത്, അപ്പോൾ അത് ഓരോന്നും P1 P2 H1 H2 A1 A2 ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് സിമ്പിൾ സ്റ്റെപ്സ് നോക്കണം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി എന്നല്ലേ വർക്ക് എനർജി തിയറം. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. അപ്പോൾ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഈ വർക്ക് ഡൺ എങ്ങനെ കാണാം? നിങ്ങൾ തെർമോഡൈനാമിക്സിലൊക്കെ കേട്ടില്ലേ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വോളിയം എന്ന്. ആ ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്തെ വർക്ക് ഡൺ W1, ആദ്യത്തെ ഭാഗത്തെ ആ ഏരിയ കൂടിയ ഭാഗത്തെ വർക്ക് ഡൺ P1V. ഇവിടുത്തെ ഈ എൻഡിലെ വർക്ക് ഡൺ P2V. പക്ഷേ ഈ ഭാഗത്ത് പ്രഷർ അങ്ങോട്ടാണെങ്കിൽ ഈ ഭാഗത്ത് അറ്റ്മോസ്ഫറിക് പ്രഷർ ഇങ്ങോട്ടല്ലേ ഉള്ളത്, അതുകൊണ്ട് ഇത് P1V ആണെങ്കിൽ ഇത് -P2V എന്ന് എഴുതണം. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര? P1V + -P2V. അതിൽ V കോമൺ ആക്കി എടുത്താൽ P1 - P2 × V. വർക്ക് ഡൺ P1 - P2 × V. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ½ mv². ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി V2, അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി ½ mv2² -½ mv1². പൊട്ടൻഷ്യൽ എനർജിയിലോ mgh2, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി -mgh1, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി ഒന്നുമില്ല, ഈ രണ്ടുപേരും എഴുതാൻ കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഈ വോള്യം ഇങ്ങോട്ട് എടുത്താൽ ഇതിനെല്ലാം ഡിവൈഡഡ് ബൈ വോള്യം എന്നാവില്ലേ. ഡിവൈഡഡ് ബൈ വോള്യം വരുമ്പോൾ എല്ലാ ടേമിലും മാസ് ഉണ്ട്, മാസ് ബൈ വോള്യം എന്നത് ഡെൻസിറ്റി ആയി മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ P1 - P2 ഉണ്ട്, ഇവിടെ ½ ρ V2² -½ ρ V1² ρgh2 -ρgh1. ഇനി 1 എന്നതൊക്കെ ഒരു സൈഡ് കാക്കുക, 2 ഒക്കെ ഒരു സൈഡ് കാക്കുക. ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ് കഴിഞ്ഞു.
ഓക്കെ, സോ സിമ്പിളായി 3-4 മാർക്കിന് ചോദിക്കുന്ന ഈ ഡെറിവേഷൻ നമ്മൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ ഏറ്റവും കുറഞ്ഞ സ്റ്റെപ്പുകളാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. സോ ബെർണോളിസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റായി പ്രൂഫായി. ഇനി അതിൻ്റെ അപ്ലിക്കേഷൻസ്. ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനിലും ഉണ്ടൊരു ഡെറിവേഷൻ. അതെന്താ? വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് ഔട്ട് ഫ്ലോ. നോക്കണേ, ഇതൊരു വലിയ ടാങ്കാണ്. ആ ടാങ്കിൽ H1 ഹൈറ്റിൽ വെള്ളമുണ്ട്. ആ ടാങ്ക് ഓപ്പണാണ്. ആ ടാങ്കിൻ്റെ ഈ ഭാഗത്തായി, അതായത് വാട്ടറിൽ ടോപ്പിൽ നിന്ന് ഒരു H ഡെപ്തിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലൂടെ വെള്ളം വലിയ വെലോസിറ്റിയിൽ പുറത്തേക്ക് വരികയാണ്. ചെറിയ ഹോളാകുമ്പോൾ ഭയങ്കര സ്പീഡ് ഉണ്ടാവും. ആ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഔട്ട് ഫ്ലോ, അതാണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. നോക്കണം, ഈ ഭാഗത്തെ പ്രഷർ ഞാൻ P1 എന്ന് എഴുതി, അറ്റ്മോസ്ഫറിക് പ്രഷർ. ഈ ഭാഗത്തെ വെള്ളം താഴോട്ട്, ഇവിടുന്ന് വെള്ളം പുറത്തേക്ക് വരുമ്പോൾ ഈ വാട്ടർ ലെവൽ ഇങ്ങനെ താഴ്ന്നു വരും. ആ താഴ്ന്നു വരുന്ന വെലോസിറ്റി V1. ഇവിടുത്തെ ഏരിയ A1. ഇവിടെ P2, V2, A2. ഓക്കെ, ഹൈറ്റ് പറ H1, H2. ഈ ഹൈറ്റ് നോക്കണം, H1 ഇതാണ്, H2 ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഈ ഹോളിലേക്കുള്ള ഉയരം. അപ്പോൾ ആ H1, H2 തമ്മിലുള്ള ഡിഫറൻസ് ആണ് H എന്ന് പറയുന്നത്. ഇനി ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫിൽ നമ്മൾ അവസാനം എഴുതിയ ഇക്വേഷൻ അങ്ങ് എഴുതുക. P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2. ശ്രദ്ധിക്കേണ്ടത്, ഈ P1 P2 അത് രണ്ടും ഈക്വലാണ്. കാരണം രണ്ടും ഓപ്പൺ ടു എയർ ആണ്. അപ്പോൾ രണ്ടും അറ്റ്മോസ്ഫറിക് പ്രഷർ. അപ്പോൾ P1 V2 കട്ട് ചെയ്ത് പോയി. അതേപോലെ ഈ V1 എന്ന് പറയുന്ന വെലോസിറ്റി ഏതാ? ഈ ലെവൽ ഇങ്ങനെ താഴ്ന്നു വരുന്ന വെലോസിറ്റി അല്ലേ? ഈ ചെറിയ ഹോളിലൂടെ വെള്ളം ഭയങ്കര ഫാസ്റ്റായി പോകുമ്പോൾ വലിയ ഏരിയ ഉള്ള ഈ ഭാഗത്ത് വെള്ളം വളരെ പതുക്കെ താഴോട്ട് വരും. അപ്പോൾ ആ V1 എന്ന് പറയുന്ന വെലോസിറ്റി നമ്മൾ നെഗ്ലക്ട് ചെയ്യുക. V1 അപ്രോക്സിമേറ്റ്ലി 0. അപ്പോൾ V1 ഉള്ള ഈ ടേമും പോയി. അപ്പോൾ ബാക്കി നോക്ക്, V2 ആണ് വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. ഇനി റോ GH1, ഈ റോ GH2 ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ റോ GH1 മൈനസ് റോ GH2 ഇസ് ഈക്വൽ ടു ഹാഫ് റോ V സ്ക്വയർ. എല്ലാത്തൊന്നും റോ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അപ്പോൾ ഇതിൽ നിന്ന് G കോമൺ ആക്കി എടുത്താൽ H1 മൈനസ് H2 മൈനസ് H2 പകരം H എന്ന് എഴുതാം. ഇവിടെ V സ്ക്വയർ ബൈ 2 ഉണ്ട്. ആ 2 ഇങ്ങോട്ട് എടുത്ത് സ്ക്വയർ ഇങ്ങോട്ട് വന്നാൽ V2 ഇസ് ഈക്വൽ ടു √2GH. V2 ഇസ് ഈക്വൽ ടു √2GH. നമ്മൾ മോഷൻ്റെ സ്ട്രേറ്റ് ലൈനിൽ പഠിച്ചു, ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് √2GH. അപ്പോൾ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിയാണ് എന്ന് പറയാം. ഇതാണ് ടോറിസെല്ലീസ് ലോ. ശരിക്കും എന്താ ടോറിസെല്ലീസ് ലോ? വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് ഫ്രം ആൻ ഓപ്പൺ വെസൽ. ഈ വെസൽ ഓപ്പൺ ടു എയർ ആണ്. ഓപ്പൺ വെസലിൽ നിന്നുണ്ടാകുന്ന വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ് വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് ഈക്വൽ ആണ്. എന്നാൽ ഈ വെസൽ എങ്ങാനും ക്ലോസ്ഡ് ആയിരുന്നെങ്കിലോ? ക്ലോസ്ഡ് ആകുമ്പോൾ V2 ഇസ് ഈക്വൽ ടു 2GH മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടേം കൂടി വരും, 2 × P1 മൈനസ് P2 ബൈ റോ എന്നുള്ളത്. ഓക്കെ, സോ ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷനായി പഠിക്കേണ്ട ഡെറിവേഷൻ ഇതോടെ അവസാനിച്ചു. ഇനി ബെർണോളിസ് തിയറത്തിൻ്റെ ബാക്കി ചില അപ്ലിക്കേഷനിലേക്ക് വരികയാണ്. നോക്കണം, നേരത്തെ നമ്മൾ ബെർണോളിസ് തിയറത്തിൻ്റെ പ്രൂഫ് കാണിച്ചപ്പോഴൊക്കെ ഒരു ഹൈറ്റിൽ നിന്ന് മറ്റൊരു ഹൈറ്റിലേക്കല്ലേ വെള്ളം ഒഴുകിയിരുന്നത്. എന്നാൽ ഇനി ഹൈറ്റ് ഡിഫറൻസ് ഇല്ല, ഹൊറിസോണ്ടലായി ഒഴുകുകയാണ് പൈപ്പിലൂടെ വെള്ളം എന്ന് കരുതുക. അതായത് ഇതുപോലെ ഒരു പൈപ്പ് ഹൊറിസോണ്ടൽ, ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. ഹൈറ്റ് ഡിഫറൻസ് ഇല്ലെങ്കിൽ ബെർണോളിസ് തിയറം എഴുതുമ്പോൾ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈക്വൽസ് കോൺസ്റ്റന്റ് എന്ന് മതി. റോ GH വേണ്ട, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ ഈക്വൽസ് കോൺസ്റ്റന്റ്. ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ്, ഒന്ന് പ്രഷറും ഒന്ന് വെലോസിറ്റിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രഷർ കൂടുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി കുറവായിരിക്കും, പ്രഷർ കുറവുള്ളിടത്ത് വെലോസിറ്റി കൂടുതലായിരിക്കും. പ്രഷറും വെലോസിറ്റിയും, ഈ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണോ, ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അതായത് വെലോസിറ്റി കൂടുന്നിടത്ത് പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. ഹൊറിസോണ്ടൽ ഫ്ലോയിൽ വെലോസിറ്റി കൂടുന്നിടത്ത് പ്രഷർ കുറവായിരിക്കും, വെലോസിറ്റി കുറയുന്നിടത്തോ പ്രഷർ കൂടുതലായിരിക്കും. ഇത് വെച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നോക്കണം. ഈ ബോൾ ഇങ്ങനെ സ്പിൻ ചെയ്തു പോവുക. നിങ്ങൾ ഫുട്ബോളിലൊക്കെ കണ്ടിട്ടില്ലേ, നല്ല പ്രഗത്ഭരായ പ്ലെയേഴ്സ് ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ബോൾ ഇങ്ങനെ കറങ്ങി പോകുന്നത് കണ്ടാൽ അങ്ങോട്ടെന്ന് തോന്നും, പക്ഷേ വായുവിൽ വെച്ചത് കറങ്ങി തിരിഞ്ഞ് അത് ഗോൾ പോസ്റ്റിലേക്ക് എത്തി ഗോൾ വല കുലുക്കുന്നു. ആ രീതിയിലുള്ള ഫ്രീ കിക്കൊക്കെ നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ സ്പിൻ ചെയ്തുകൊണ്ട് ബോൾ ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ബോൾ കിക്ക് ചെയ്താൽ അതൊരു പ്രൊജക്റ്റൈലാണ്, പാരാബോളിക് പാത്തിലാണ് പോവുക. പക്ഷേ പാരാബോളിക് പാത്തിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്യും സ്പിൻ മോഷൻ കാരണം. ഓക്കെ, ആ ഡീവിയേഷനെയാണ് നമ്മൾ മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയും. ഓക്കെ, ബോൾ സ്പിൻ ചെയ്ത് പോകുമ്പോൾ മുകളിലും താഴെയും വെലോസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു ഭാഗത്ത് പ്രഷർ കുറയും കൂടും, കൂടിയ ഭാഗത്ത് കുറഞ്ഞ ഭാഗത്തേക്ക് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ പാരാബോളിക് പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യും. ആ ബോൾ ഡീവിയേറ്റ് ഫ്രം പാരാബോളിക് പാത്തിനെയാണ് മാഗ്നസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ വിമാനങ്ങളുടെ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ ചിറകുകളുടെ ആ ഷേപ്പ് കണ്ടു, മുകളിൽ ഇങ്ങനെ അല്പം കർവ്ഡാണ്, താഴെ ഫ്ലാറ്റായി. അപ്പോൾ അത് എയറിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. ഈ ബോൾ പോകുമ്പോഴും ഈ എയർക്രാഫ്റ്റ് സഞ്ചരിക്കുമ്പോഴൊക്കെ എയർ റെസിസ്റ്റൻസ് പുറകോട്ടുണ്ടാവും. അപ്പോൾ എയർ ഫ്ലോ ഇങ്ങോട്ടുണ്ടാകുമ്പോൾ ആ എയറോഫോയിൽ എന്ന് പറയുന്ന വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഷേപ്പിൽ മുകളിൽ ഇങ്ങനെ കർവ്ഡ് ആയത് കാരണം മുകളിൽ വെലോസിറ്റി കൂടും. കർവ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് എയർ റെസിസ്റ്റൻസ് കാരണം നല്ല വെലോസിറ്റി ഉണ്ട്. ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും, താഴെ പ്രഷർ കൂടും. അപ്പോൾ താഴെ നിന്ന് മേലോട്ട് എന്തുണ്ടാവും? ഒരു ഡൈനാമിക് ലിഫ്റ്റ്, ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. അത് എയർക്രാഫ്റ്റിൻ്റെ പറക്കലിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അത് ബെർണോളിസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് എയറോഫോയിലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ നോക്കുക, ഇവിടെ ഈ കുടിലിനകത്ത് നോക്കണം, ഇതൊരു ബിൽഡിംഗ് ആണ്, അത് റൂഫിംഗ് ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. ശക്തമായ കാറ്റടിക്കുമ്പോൾ ഈ റൂഫിംഗ് ഷീറ്റിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയത് കാരണം മുകളിൽ കാറ്റിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടിയ പ്രഷർ കുറയും,
കുറയും. അപ്പോൾ മുകൾ ഭാഗത്ത് പ്രഷർ കുറയും. കമ്പാരിറ്റീവ്ലി ഈ ബിൽഡിങ്ങിനകത്ത് പ്രഷർ കൂടുതലാവും. അപ്പോൾ അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്തേക്ക് തള്ളലുണ്ടാവും. അപ്പോൾ ഈ റൂഫിംഗ് ഷീറ്റ് എന്ത് ചെയ്യും? റൂഫിംഗ് ഷീറ്റ് വിൽ ത്രോൺ അവേ, അത് മേലോട്ട് പാറിപ്പോവും. ഓക്കെ, അതേപോലെ ഈ 2 പിത്ത് ബോഡികൾ, കനം കുറഞ്ഞ ലൈറ്റ് വെയിറ്റ് ബോഡികൾ കെട്ടി തൂക്കിയിരിക്കുകയാണ്. അതിനിടക്ക് നമ്മൾ ഊതുക എന്ന് വിചാരിക്കും. ഇതിനിടക്ക് നമ്മൾ ഊതുന്ന സമയത്ത് ഈ ബോളുകൾക്കിടക്ക് വെലോസിറ്റി കൂടി പ്രഷർ കുറയും. അപ്പോൾ ഇവിടെ പ്രഷർ കുറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവിടെ പ്രഷർ കൂടും. അപ്പോൾ ഇങ്ങോട്ടൊരു തള്ളലുണ്ടാവും. ഇവിടെയും പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങോട്ടുണ്ടാവും തള്ളൽ. ഈ 2 ബോളുകളും തമ്മിൽ അടുക്കും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. എക്സാമിന് എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. നോക്കണം, ഇവിടെ ഏരിയ കൂടിയ, വണ്ണം കൂടിയ ഒരു പൈപ്പിൻ്റെ ഭാഗം, വണ്ണം കുറഞ്ഞ ഭാഗം. ഈ വണ്ണം കൂടിയ ഭാഗത്ത് പൈപ്പ് പോകുന്ന സമയത്ത്, അവിടെ വെള്ളം പോകുന്ന സമയത്ത് ഇവിടെ ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറവല്ലേ ഉണ്ടാകും. വെലോസിറ്റി കുറവാകുമ്പോൾ അവിടെ പ്രഷർ കൂടുതലാവും. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലാകുമ്പോൾ ഇവിടെ കൂടുതൽ മേലോട്ട്, കൂടുതൽ ലെവൽ ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങും. ഓക്കെ, കാരണം ഇവിടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ വെലോസിറ്റി കുറവാണ്. വെലോസിറ്റി കുറവുള്ളത് പ്രഷർ കൂടും. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങുക. ഇവിടെ അത്ര ഹൈറ്റിലേക്ക് പൊങ്ങില്ല. ഈ ഡയഗ്രാം തെറ്റിച്ചൊക്കെ വരച്ചിട്ട് ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളതൊക്കെ ചോദിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബെർണോളിസ് തിയറുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്ലിക്കേഷൻസായി മക്കൾ പഠിച്ചു വെക്കണം. ബെർണോളിസ് തിയറത്തിന് ശേഷം നമ്മളിനി നോക്കാൻ പോകുന്നത് ഫ്ലൂയിഡിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്കാണ്, വിസ്കോസിറ്റി. എന്താണ് വിസ്കോസിറ്റി? നിങ്ങൾക്കറിയാം, ഞാനൊരു ഗ്ലാസ് പ്ലേറ്റിൽ ഒരു തുള്ളി വെള്ളം വീഴ്ത്തിക്കഴിഞ്ഞാൽ ആ വെള്ളം ഫാസ്റ്റായി താഴോട്ട് വരും. എന്നാൽ ഒരു തുള്ളി തേനാണെങ്കിലോ തേന് അത്ര ഫാസ്റ്റായി ഒഴുകില്ല. എന്തുകൊണ്ട്? തേനിൻ്റെ ആ ഒഴുക്കിനെ തടയുന്ന ഒരു ഫോഴ്സ് ആ തേനിനകത്തുണ്ട്. ഇങ്ങനെ ഫ്ലൂയിഡുകളുടെ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന, ഫ്ലൂയിഡിൻ്റെ ലെയറുകൾക്കിടക്ക് മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സിനെ വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. ആ ഫിനോമിനനെ വിസ്കോസിറ്റി എന്നും പറയും. ഒപ്പോസിങ് ഫോഴ്സ് ബിറ്റ്വീൻ ഫ്ലോയിങ് ഫ്ലൂയിഡ് ലെയേഴ്സ്, അതാണ് വിസ്കസ് ഫോഴ്സ്. നോക്കണേ, ഈ ഫ്ലോറിന് മുകളിൽ ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ ടോപ്പിലുള്ള ആ ഫ്ലൂയിഡ് ലെയറിനായിരിക്കും വെലോസിറ്റി കൂടുതൽ. ഓക്കെ, അവിടെ വിസ്കസ് ഫോഴ്സ് കുറവായിരിക്കും. ഇവിടെ വെലോസിറ്റി കുറയും, വീണ്ടും കുറയും. ആ ഫ്ലോറിനോട്, ആ കോണ്ടാക്റ്റിലേക്ക് വരുന്നതിനനുസരിച്ച്, ആ സർഫസിനോട് അടുക്കുന്നതിനനുസരിച്ച് എതിർപ്പ്, വിസ്കസ് ഫോഴ്സ് കൂടി വരും. ഓക്കെ, അതുകൊണ്ട് ടോപ്പിലെ ലെയറിനായിരിക്കും വെലോസിറ്റി കൂടുതൽ എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഒരു ഫ്ലൂയിഡിന് എന്തുമാത്രം വിസ്കോസിറ്റി ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി എന്ന ക്വാണ്ടിറ്റി നോക്കിയാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, അതിനെ ഗ്രീക്ക് ലെറ്റർ ഈറ്റ എന്ന ലെറ്ററിൽ എഴുതും. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഫോർമുല ബൈ ഹാർട്ട് ആക്കി വെക്കണം. F/L ഡിവൈഡഡ് ബൈ A/V. അത് ഷിയർ സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ് എന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനൊക്കെ സോളിഡ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു. F എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വിസ്കസ് ഫോഴ്സ് ആണ്. L എന്ന് പറയുമ്പോൾ ഈ ലെങ്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. A എന്ന് പറഞ്ഞാൽ ഏരിയ, ആ ഓരോ ലെയറിൻ്റെയും ഏരിയ. ഓക്കെ, V എന്ന് പറയുന്നത് വെലോസിറ്റി, ടോപ്പ് ലെയറിനല്ലേ മാക്സിമം വെലോസിറ്റി. ബോട്ടം ലെയറിൻ്റെ വെലോസിറ്റി 0 എന്ന് എടുത്താൽ ആ ടോപ്പ് ലെയറിൻ്റെ വെലോസിറ്റിയാണ് V. അപ്പോൾ FL/A/V. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ വാല്യൂ ഒരാൾക്ക് കൂടുതലാണെങ്കിൽ അയാൾ വിസ്കോസിറ്റി കൂടിയവരാണ്, വിസ്കസ് ഫ്ലൂയിഡ് ആണെന്ന് പറയും. തേൻ എക്സാമ്പിളാണ്. എന്നാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി വാല്യൂ കുറഞ്ഞവരോ, വിസ്കോസിറ്റി കുറഞ്ഞവർ, അവർ നന്നായി എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. മൊബിലിറ്റി കൂടിയവരാണ്, മൊബൈൽ ഫ്ലൂയിഡ്സ് എന്നൊക്കെ അവരെ പറ്റി പറയും. മൊബൈൽ ഫ്ലൂയിഡ് ആകുമ്പോൾ മൊബിലിറ്റി കൂടും, നന്നായി ഫാസ്റ്റായി പോകും. വെള്ളം പോലെ, മണ്ണെണ്ണ പോലെ, പെട്രോൾ പോലെ, അതിനൊക്കെ വിസ്കോസിറ്റി കുറവാണ്. ഓക്കെ, ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് പോയിസെല്ലി, സയൻറ്റിസ്റ്റിൻ്റെ പേര് ക്യാപിറ്റൽ P സ്മോൾ ലെറ്റർ L. എക്സാമിന് 1 മാർക്കിന് ധാരാളം തവണ ചോദിച്ചു. ടെമ്പറേച്ചർ കൂടിയാൽ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയും. ഉച്ച സമയത്തൊക്കെ മുറിവുണ്ടായാൽ നല്ലപോലെ ബ്ലഡ് വരും. കാരണം ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കുറയുമ്പോൾ മൊബിലിറ്റി കൂടുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കുറയും, എന്നാൽ ഗ്യാസിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുക. വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട് മക്കൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് സ്റ്റോക്സ് ലോ അല്ലെങ്കിൽ സ്റ്റോക്സ് ഇക്വേഷനാണ്. എന്താണ് സ്റ്റോക്സ് ലോ? നോക്കണം, ഇതൊരു ഫ്ലൂയിഡാണ്. ആ ഫ്ലൂയിഡിലൂടെ ഒരു സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ താഴോട്ട് വരിക. ഒരു ഫ്ലൂയിഡിലൂടെ സ്ഫെറിക്കൽ ബോഡി താഴോട്ട് വരുമ്പോൾ ആ ഫ്ലൂയിഡ് അതിനെ ഒപ്പോസ് ചെയ്യൂലേ. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന ഒപ്പോസിങ് വിസ്കസ് ഫോഴ്സ്, ആ മോഷനെ ഒപ്പോസ് ചെയ്തുണ്ടാകുന്ന വിസ്കസ് ഫോഴ്സ്, അതാണ് സ്റ്റോക്സ് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വിസ്കസ് ഫോഴ്സ് ഓൺ എ സ്ഫെറിക്കൽ ബോഡി ഫാളിംഗ് ത്രൂ എ ഫ്ലൂയിഡ്. ബൈ ഹാർട്ട് ആക്കി വെക്കുക, ഡെറിവേഷൻ അല്ല. വിസ്കസ് ഫോഴ്സ് 6π∗RV. 6π കോൺസ്റ്റന്റ് ആണ്, ഈറ്റ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി, R റേഡിയസ്, V എന്ന് പറഞ്ഞാൽ താഴോട്ട് വീഴുന്ന വെലോസിറ്റി. ഓക്കെ, 6π∗RV. ദെൻ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ, നാലാമത്തെ ഡെറിവേഷനിലേക്ക് കിടക്കുക, ടെർമിനൽ വെലോസിറ്റി. എന്താ ടെർമിനൽ വെലോസിറ്റി? നോക്കണം, ഈ ഫ്ലൂയിഡിലൂടെ ഈ സ്ഫെറിക്കൽ ബോഡി ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ ആ ബോഡിയിൽ 3 ഫോഴ്സുകളുണ്ട്. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വെയിറ്റ്. മേലോട്ട് ഏത് ഫോഴ്സ് ഉണ്ട്? വിസ്കസ് ഫോഴ്സ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കളിൽ മേൽ വെള്ളം മേലോട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സ് ഓഫ് ബോയൻസി. വെള്ളത്തിൽ നിന്ന് വലിയ കല്ലൊക്കെ പൊക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറവായി തോന്നാറില്ലേ? അതാ ഫോഴ്സ് ഓഫ് ബോയൻസി കാരണം. അപ്പോൾ 2 ഫോഴ്സ് മേലോട്ടുണ്ട്, വിസ്കസ് ഫോഴ്സും ഉണ്ട്, ബോയൻ ഫോഴ്സും ഉണ്ട്. ഒരു ഫോഴ്സ് താഴോട്ട്, ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ബോഡിയുടെ താഴോട്ട് ഇങ്ങനെ വന്ന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലെത്തുമ്പോൾ മേലോട്ടും താഴോട്ടുള്ള ഫോഴ്സ് ഈക്വലായി മാറും.
അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആവും. നമ്മൾ പറയും ഇക്വിലിബ്രിയം. അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇക്വിലിബ്രിയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി കൂടുകയില്ല. സാധാരണ ഒരു കല്ല് താഴോട്ട് വരുന്തോറും വെലോസിറ്റി കൂടി വരില്ലേ? അങ്ങനെ വരും ഈ ബോഡിയും. അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0, മേലോട്ടുള്ള ഫോഴ്സും താഴോട്ടുള്ള ഫോഴ്സും ഈക്വൽ. പിന്നെ അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലെത്തി. പിന്നെ ഒരേ സ്പീഡിൽ വരും. ആ ഒരേ സ്പീഡ് യൂണിഫോം വെലോസിറ്റി ഓഫ് എ ബോഡി ഫോളിങ് ത്രൂ എ ഫ്ലൂയിഡ് അറ്റ് ഇക്വിലിബ്രിയം. അതിൻ്റെ പേരാണ് ടെർമിനൽ വെലോസിറ്റി. പഠിക്കാൻ ചെറിയ പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് നിർബന്ധമായും പഠിക്കണം. പ്രോബ്ലം വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. 2r², ആ റേഡിയസ്, g ഇൻറ്റു റോ മൈനസ് സിഗ്മ. റോ എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ഡെൻസിറ്റി, സിഗ്മ എന്ന് പറഞ്ഞാൽ ആ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റോ ഡെൻസിറ്റി ഓഫ് ദി ബോഡി, സിഗ്മ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, ഡിവൈഡഡ് ബൈ 9 ആണ്. 9η ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. എന്നാൽ ഡെറിവേഷൻ സിമ്പിളാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റിയുടെ ഫോർമുല ബൈ ഹാർട്ടാക്കി. FB എന്ന് പറയുന്നത് ബോയൻ ഫോഴ്സ് ആണ്. ശ്രദ്ധിക്കണം, മഴത്തുള്ളികൾ താഴോട്ട് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരേ സ്പീഡിലാണ് വരിക. അതേപോലെ തന്നെയാണ് സ്കൈ ഡൈവേഴ്സും റെയിൻ ഡ്രോപ്സും ഒന്നും വലിയ ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യാത്തത് അവർക്ക് ടെർമിനൽ വെലോസിറ്റി കിട്ടുന്നത് കൊണ്ടാണ്. അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റണം. ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ ചോദിച്ചാലോ? ദ ഡയഗ്രാം. താഴോട്ട് FG, മേലോട്ട് FBയും. ഇക്വിലിബ്രിയം എത്തുമ്പോൾ മേലോട്ടുള്ള ഫോഴ്സും താഴോട്ടുള്ള ഫോഴ്സും ഈക്വൽ ആവും. FV അവിടെ നിർത്തി FB അങ്ങോട്ട് കൊണ്ടുപോയ FG മൈനസ് FB. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. FV നേരത്തെ പഠിച്ചില്ലേ സ്റ്റോക്സിലോ, 6π∗RV. ഓക്കെ, ഇതാണ് ഈ V ആണ് ടെർമിനൽ വെലോസിറ്റി. ഇവിടെ FG FB നിങ്ങൾക്കറിയാം. F = ma എന്നല്ലേ? A എന്നുള്ളതിന് പകരം G എന്ന് എഴുതാം. M മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോള്യം. വോള്യം എന്ന് പറയുമ്പോൾ സ്ഫിയർ ആകുമ്പോൾ വോള്യം 4/3πr³ അല്ലേ? സോ വോള്യം 4/3πr³, പിന്നെ ഡെൻസിറ്റി ഇൻറ്റു G എന്ന് എഴുതാം. ഇപ്പോൾ 4/3πr³ ρg, ഇത് 4/3πr³ സിഗ്മ G. ഒന്ന് റോ ഒന്ന് സിഗ്മ. അപ്പോൾ അതിൽ ഈ 4/3πr³ G കോമൺ ആക്കി എടുത്താൽ റോ മൈനസ് സിഗ്മ. ഇവിടെ 6π∗RV. V അവിടെ നിർത്തി ബാക്കിയൊക്കെ കൊണ്ടുപോയാൽ ഈ പഠിച്ചു വെച്ച ഫോർമുല ടെർമിനൽ വെലോസിറ്റി. ഓക്കെ, സോ വിസ്കോസിറ്റി എന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ ഇവിടെ ഈ ടെർമിനൽ വെലോസിറ്റി വെച്ച് ന്യൂമറിക്കൽ പ്രോബ്ലം എക്സാമിന് വരാറുണ്ട്. തെറ്റാതെ ഓർത്ത് വെക്കണം. റോ ഡെൻസിറ്റി ഓഫ് ദി ബോഡിയാണ്, സിഗ്മ ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരെ അടുത്ത സെഷനിലേക്ക് കടന്നാലോ? സർഫസ് ടെൻഷൻ, സർഫസ് എനർജി. ഈ പറയുന്നത് ലിക്വിഡുകൾക്ക് മാത്രം ബാധകമായ കാര്യം. എല്ലാ ലിക്വിഡുകളുടെയും സർഫസിലെ മോളിക്യൂളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. താഴെയുള്ള മോളിക്യൂളുകളേക്കാൾ ഭയങ്കര എനർജി സർഫസിലുള്ള മോളിക്യൂളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ സർഫസിലെ മോളിക്യൂളുകൾക്ക് താഴെയുള്ളവരെക്കാൾ എനർജി കൂടുതൽ. അപ്പോൾ ആ സർഫസിലുള്ള യൂണിറ്റ് ഏരിയയിലെ എനർജിയെ നമ്മൾ സർഫസ് എനർജി എന്ന് പറയും. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ സർഫസിൻ്റെ യൂണിറ്റ് ഏരിയയിലെ എനർജിയാണ്. അഥവാ എനർജി ഓഫ് സർഫസ് മോളിക്യൂൾസ് ബൈ ഏരിയ. യൂണിറ്റ് ഏരിയയിലെ എനർജിയാണ് സർഫസ് എനർജി. എന്നാൽ സർഫസ് ടെൻഷൻ എങ്ങനെ കാണുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ സർഫസിൽ എനർജി കൂടിയത് കൊണ്ട് എനർജി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും സർഫസ്. ലിക്വിഡിൻ്റെ സർഫസൊക്കെ എനർജി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഏരിയ കുറയ്ക്കാൻ ശ്രമിക്കും. ഏരിയ കുറച്ച് കഴിഞ്ഞാൽ സർഫസിലെ മോളിക്യൂളുകളുടെ എണ്ണം കുറയും. അപ്പോൾ സർഫസിൻ്റെ എനർജി കുറയും. എനർജി കുറഞ്ഞാൽ ആ സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പോൾ ആ ഏരിയ കുറക്കാൻ ശ്രമിക്കുന്നത് കാരണം ലിക്വിഡിൻ്റെ സർഫസുകളെല്ലാം സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ, വരിഞ്ഞു കെട്ടിയ പാട പോലെ കാണപ്പെടും. അപ്പോൾ എല്ലാ ലിക്വിഡിൻ്റെ സർഫസിലും ഒരു സ്ട്രെച്ചിങ് ഫോഴ്സ് ഉണ്ടാവും. സ്ട്രെച്ചിങ് ഫോഴ്സ് ബൈ ലെങ്ത്. ഫോഴ്സ് ബൈ ലെങ്ത് എന്ന് പറയുമ്പോൾ സ്ട്രെച്ചിങ് ഫോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഫോഴ്സ് ബൈ ലെങ്ത് ആണ് സർഫസ് ടെൻഷൻ്റെ ഫോർമുല. ക്യാപിറ്റൽ ലെറ്റർ S എന്ന് എഴുതും. ഈ സർഫസ് എനർജിക്കും സർഫസ് ടെൻഷനും ഒരേ യൂണിറ്റാണ്, ഒരേ ഡയമെൻഷനാണ്, മറക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. ലിക്വിഡ് സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ, വരിഞ്ഞു കെട്ടിയ പാട പോലെ ബിഹേവ് ചെയ്യുന്നു. ഏരിയ പരമാവധി കുറക്കാൻ ശ്രമിക്കുന്നു. ആ ഏരിയ കുറക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സർഫസ് ടെൻഷൻ കാരണമാണ്. ഇതാ നോക്കണം, നമ്മൾ പെയിൻറ്റ് ബ്രഷൊക്കെ വെള്ളത്തിലിട്ട് പൊക്കിയെടുത്താൽ നാരുകളൊക്കെ അടുത്ത് വരൂലേ? നാരുകളൊക്കെ അടുത്തടുത്ത് വരുമ്പോൾ ആ ലിക്വിഡിൻ്റെ സർഫസ് ഏരിയ കുറയും. അതേപോലെ ബ്ലേഡ്, സൂചിയൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ പൊക്കി നിർത്താൻ പറ്റില്ലേ? അത് സർഫസ് ടെൻഷൻ കാരണമാണ്. അതേപോലെ ഡ്രോപ്പും ബബിളൊക്കെ സ്ഫെറിക്കൽ ഷേപ്പല്ലേ? എന്തുകൊണ്ടാണ് പറയുക? സ്ഫിയർ ആകുമ്പോഴാണ് ഏരിയ മിനിമാവും. ഇനി അടുത്തൊരു ചെറിയ പ്രൂഫ്. സർഫസ് ടെൻഷനും സർഫസ് എനർജിയും ഈക്വലാണ് എന്നൊന്ന് പ്രൂവ് ചെയ്യണം. നോക്കണം, ഇത് ഇങ്ങനൊരു ഫ്രെയിമാണ്. ഞാൻ വെള്ള നിറത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഫ്രെയിമാണ്. ആ ഫ്രെയിമിന് മുകളിൽ AB എന്ന ഒരു ചെറിയ റോഡ് വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിങ്ങനെ സോപ്പ് വെള്ളത്തിൽ പൊക്കിയെടുത്താൽ ദാ ഇവിടെ ഷെയ്ഡ് ചെയ്ത പോലെ ഒരു സോപ്പ് പാട കിട്ടില്ലേ? ഒരു ലിക്വിഡ് ഫിലിം. ഓക്കെ, എന്നിട്ട് AB എന്ന് പറയുന്ന റോഡിനെ ഞാൻ അങ്ങോട്ട് മെല്ലെ നീക്കുകയാണ്. ഓക്കെ, അങ്ങോട്ട് നീക്കുന്ന ഫോഴ്സ് F ആണ്. AB എന്ന റോഡിൻ്റെ നീളം L ആണ്. നീക്കുന്ന ആ ദൂരം X എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് നീക്കുമ്പോൾ ഈ ലിക്വിഡ് ആ ഒരു എന്താ പറയുക, ആ ഒരു ലിക്വിഡ് ഫിലിമിൻ്റെ ഏരിയ കൂടുതൽ. ലിക്വിഡിന് ഏരിയ കുറക്കാനാണ് ടെൻഡൻസി. നമ്മൾ ഏരിയ കൂട്ടണമെങ്കിൽ വർക്ക് ചെയ്യണ്ടേ? സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. മറക്കരുത്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി, വർക്ക് എനർജി പ്രിൻസിപ്പിൾ. ചേഞ്ച് ഇൻ എനർജി എന്ന് പറഞ്ഞാൽ ഇത്രയും സർഫസ് ആദ്യമുണ്ട്, ഇപ്പോൾ ഇത്രയും ഭാഗമല്ലേ പുതിയ സർഫസ്, പുതിയ ഏരിയ. അതെ, അപ്പോൾ ചേഞ്ച് ഇൻ എനർജി എങ്ങനെ കാണുമെന്ന് വെച്ചാൽ യൂണിറ്റ് ഏരിയയിലെ എനർജി ഇൻറ്റു ഇൻക്രീസ് ഇൻ ഏരിയ. ഓക്കെ, യൂണിറ്റ് ഏരിയയിലെ എനർജി അതേപോലെ അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഇൻക്രീസ് ഇൻ ഏരിയ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു യൂണിറ്റ് ഏരിയയിലെ എനർജി അല്ലേ സർഫസ് എനർജി. മറക്കരുത്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് എനർജി.
അങ്ങനെ വരുമ്പോൾ വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ഇൻ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എൽ ഇൻറ്റു എക്സ് ഇൻറ്റു സർഫസ് എനർജി എക്സ് കട്ട് ചെയ്തു എൽ ഇങ്ങോട്ട് വരുമ്പോൾ എഫ് ബൈ എൽ ഇസ് ഈക്വൽ ടു സർഫസ് എനർജി എഫ് ബൈ എൽ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ലെങ്ത് സർഫസ് ടെൻഷൻ അല്ലേ. സോ സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു സർഫസ് എനർജി. ഈ സെക്കൻഡ് സ്റ്റെപ്പ് മാത്രം ഒന്ന് കൺഫ്യൂസിംഗ് ആവുക. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് എനർജി. സർഫസ് എനർജിയും സർഫസ് ടെൻഷനും ഈക്വൽ ആണെന്ന് തെളിഞ്ഞില്ലേ. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പായ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് എനർജിയിലെ സർഫസ് എനർജിക്ക് പകരം സർഫസ് ടെൻഷൻ എന്ന് കൊടുത്തൂടെ. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാനായി. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടെന്ന് പറ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ് ഓർ ബബിൾ. അങ്ങനെ ഒരു ഡ്രോപ്പ് നമ്മളെടുത്താൽ ആ ഡ്രോപ്പിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയല്ലേ, സ്ഫെറിക്കൽ ഷേപ്പ്. സ്ഫെറിക്കൽ ഷേപ്പ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുതലും പുറമേയുള്ള പ്രഷർ കുറവ്. ഉള്ളിലെ പ്രഷർ PI, പുറമേയുള്ള പ്രഷർ PO. അപ്പോൾ ഉള്ളിൽ പുറത്തുള്ളതിനേക്കാൾ പ്രഷർ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എത്രത്തോളം അധിക പ്രഷർ ഉള്ളിലുണ്ട് അതാണ് എക്സസ് പ്രഷർ ഇൻസൈഡ് എ ഡ്രോപ്പ്. അപ്പോൾ ഡ്രോപ്പ് വരച്ചു. ഡ്രോപ്പിൻ്റെ റേഡിയസ് 6 ആണ്. ഉള്ളിലെ പ്രഷർ PI. ആ പ്രഷർ കാരണം ഡ്രോപ്പ് ഇങ്ങനെ വലുതാവുന്നു എന്ന് കരുതുക. വലിയ ഡ്രോപ്പായി മാറുമ്പോൾ ആ റേഡിയസ് കൂടി. എത്രയാണ് പുതിയ റേഡിയസ്? കൂടിയ റേഡിയസ് ΔR ആണ്. ΔR ആണ് പുതിയ റേഡിയസ്. ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. വർക്ക് ഡൺ കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സിനെ പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, അവിടെ പ്രഷറിനെ ΔP എന്ന് എഴുതി. ΔP പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷർ, എക്സസ് പ്രഷർ. ഏരിയ ഇൻറ്റു ΔR. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ΔR ആണ്. ΔR അല്ലേ റേഡിയസ് കൂടുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. ΔP അവിടെ നിർത്തി. ΔR ഇങ്ങോട്ട് എടുത്തു. ഇനി ശ്രദ്ധിക്കുക, എന്ന് പറഞ്ഞ ഏരിയ, സ്ഫിയറിൻ്റെ ഏരിയ 4πr² നമുക്കറിയാം. ഈ S അതേപോലെ എഴുതി, ΔR അതേപോലെ എഴുതി. ഇനി ചേഞ്ച് ഇൻ ഏരിയ, ഇൻക്രീസ് ഇൻ ഏരിയ, അതാണ് മക്കൾ ബൈഹാർട്ടാക്കി വെക്കേണ്ടത്. ബൈഹാർട്ടാക്കണമെന്നില്ല, എന്നാലും ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറയുന്നത് 8πr∆r ആണ്. 8πr∆r. എങ്ങനെ 8πr∆r എന്ന് കിട്ടി? ചേഞ്ച് ഇൻ ഏരിയ ഫൈനൽ ഏരിയ മൈനസ് ഇനീഷ്യൽ ഏരിയ. ഓക്കെ, R + ΔR ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ΔR² എന്ന ടേം വളരെ ചെറുതാവും. അത് നെഗ്ലക്ട് ചെയ്താൽ പിന്നെ 4π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8πr∆r എന്ന് വരും. അപ്പോൾ ΔA എന്നുള്ളിടത്ത് 8πr∆r, അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കും. 8πr∆r. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ് എന്ത് കിട്ടും? 2S/r എന്ന് കിട്ടും. അത് ബബിൾ ആണെങ്കിൽ ഡ്രോപ്പ് ആകുമ്പോൾ PI - PO, എക്സസ് പ്രഷർ 2S/r. ബബിൾ ആകുമ്പോൾ അതിന് 2 സർഫസ് ഉണ്ട്. ഉള്ളിലും എയറാണ്, പുറത്തും എയറാണല്ലോ എയർ ബബിൾ ആകുമ്പോൾ. അപ്പോൾ അത് വരുമ്പോൾ 4S/r. ബബിളാണ് ചോദിച്ചതെങ്കിൽ 8πr∆r എന്നുള്ളത് 16πr എന്നാവും. 2 സർഫസ് ഉള്ളത് കാരണം ഡബിൾ ആക്കി എടുക്കണം. അപ്പോൾ 4S/r. എന്നാൽ ഇനി ഒരു എയർ ബബിൾ വെള്ളത്തിനുള്ളിലാകുമ്പോഴോ, വെള്ളത്തിൽ ഒരു എയർ ബബിൾ ആകുമ്പോഴോ, അപ്പോൾ അതിന് ഒരു സർഫസേ ഉള്ളൂ, 2 സർഫസ് ഇല്ല. അപ്പോൾ അത് എയർ ബബിൾ ഇൻ വാട്ടർ ആകുമ്പോൾ 2S/r എന്ന ഫോർമുല തന്നെ കൊടുക്കണം. എക്സാമിന് ധാരാളം തവണ ചോദിച്ച് കണ്ടുള്ള ഒരു ക്വസ്റ്റനാണ്. വലിയൊരു സോപ്പ് ബബിൾ, ചെറിയൊരു സോപ്പ് ബബിൾ. ഇതിന് റേഡിയസ് കൂടുതൽ, ഇതിന് റേഡിയസ് കുറവ്. രണ്ടും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്താൽ എവിടുന്ന് എവിടേക്ക് എയർ ഫ്ലോ ചെയ്യാൻ നോക്കട്ടെ. റേഡിയസ് കുറഞ്ഞ ആളാണ് ഇത്. റേഡിയസ് കുറഞ്ഞതിലല്ലേ പ്രഷർ കൂടുക. അപ്പോൾ റേഡിയസ് കുറഞ്ഞ ചെറിയ ബബിളിലാണ് പ്രഷർ കൂടുക. പ്രഷർ കൂടിയെടുത്ത് കുറഞ്ഞിടത്തേക്കല്ലേ എയർ ഫ്ലോ ചെയ്യുക. അപ്പോൾ ചെറിയ ബബിളിൽ നിന്ന് വലുതിലേക്കാണ് എയർ ഫ്ലോ ചെയ്യുക. ചെറിയ ബബിൾ വീണ്ടും വീണ്ടും ചെറുതാവും, വലിയ ബബിൾ വീണ്ടും വീണ്ടും വലുതാവുകയും ചെയ്യും. ഓക്കെ, സോ എക്സസ് പ്രഷർ എന്നുള്ള ടോപ്പിക്കിന് ശേഷം നമ്മൾ ഇനി അവസാന ഭാഗത്തേക്ക് വരികയാണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും ക്യാപ്പിലാരിറ്റിയും പറയുമ്പോൾ ചാപ്റ്റർ തീർന്നു. എന്താണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്? നോക്കണം, ഇത് ഒരു ഗ്ലാസ് ആണ്, ഗ്ലാസ് പ്ലേറ്റ് ആണ് എന്ന് കരുതിക്കോളൂ. ഞാൻ ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് പ്ലേറ്റ് ആണ്. ആ ഗ്ലാസ് പ്ലേറ്റ് മുകളിലേക്ക് ഒരു തുള്ളി വെള്ളം ഞാൻ വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ള ഗ്ലാസ് പ്ലേറ്റ് ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണ് ഞാൻ ഈ വൈറ്റ് കളറിൽ കാണിച്ചത്. എന്നാൽ ഇവിടെയോ ഗ്ലാസ് പ്ലേറ്റിലേക്ക് ഒരല്പം മെർക്കുറി വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മെർക്കുറി ഇങ്ങനെ ഈ ഒരു പ്രത്യേക ഷേപ്പിലേക്ക് കിടക്കുക. ചേമ്പിലയിലൊക്കെ വെള്ളം കിടക്കുന്നത് പോലെ ഈ രൂപത്തിലായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, എയറും ഉണ്ട്. നോക്കണം, ഞാൻ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്, ഒന്നുകൂടി ആ റെഡ് കളർ എടുക്കട്ടെ. റെഡ് കളറിൽ കാണിച്ച ഈ ലൈൻ കണ്ടോ? ഈ ലൈനിന് മുകളിൽ വെള്ളവും താഴെ ഗ്ലാസ്സും അല്ലേ. അപ്പോൾ അത് ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ് എന്ന് പറയും. മുകളിൽ വെള്ളമാണ്, താഴെ ഗ്ലാസ്, ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ്. എന്നാൽ ഈ വരച്ചിരിക്കുന്ന റെഡ് ലൈനോ, ആ ലൈൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കണം. ഈ ലൈൻ്റെ ഇപ്പുറം എന്താ പറയുക, എയറാണ്, ഉള്ളിൽ ലിക്വിഡാണ്. അപ്പോൾ അതിന് ലിക്വിഡ് എയർ ഇൻ്റർഫേസ്. ഇത് ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ്. അപ്പോൾ ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസും ലിക്വിഡ് എയർ ഇൻ്റർഫേസും തമ്മിൽ ആംഗിൾ ബിറ്റ്വീൻ ലിക്വിഡ് എയർ ഇൻ്റർഫേസ് ആൻഡ് ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ്. ഇതാണ് ലിക്വിഡ് സോളിഡ് ഇൻ്റർഫേസ്, ഇതാണ് ലിക്വിഡ് എയർ ഇൻ്റർഫേസ്. അപ്പോൾ അവർ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. ശ്രദ്ധിക്കുക, വെള്ളമാകുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് >90, മെർക്കുറി ആകുമ്പോഴോ >90. ചേമ്പിലയിൽ വെള്ളം വീഴുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്ട് >90 ആവും. ഗ്ലാസ് പ്ലേറ്റിലേക്ക് വെള്ളം വീഴ്ത്തുമ്പോഴോ, വുഡൻ പ്ലേറ്റിലേക്ക് വെള്ളം വീഴ്ത്തുമ്പോഴൊക്കെ >90 ആവും. ശ്രദ്ധിക്കേണ്ടത്, >90 ആകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ മോളിക്യൂൾ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് കൊഹിഷൻ.
വെള്ളവും ഗ്ലാസും തമ്മിലുള്ള ഫോഴ്സ് അഡീഷൻ. സെയിം ടൈപ്പ് മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ് അല്ലേ കൊഹിഷൻ, ഡിഫറെൻറ്റ് ടൈപ്പ് മോളിക്യൂൾ തമ്മിലുള്ള ഫോഴ്സ് അല്ലേ അഡീഷൻ. ഇങ്ങനെ വരുമ്പോൾ അഡിസീവ് ഫോഴ്സ് കൂടുതലും കൊഹിസീവ് ഫോഴ്സ് കുറവായിരിക്കും. എന്നാൽ ഇങ്ങനെയാണെങ്കിലോ കൊഹിസീവ് ഫോഴ്സ് കൂടുതൽ. ഈ മെർക്കുറിയിലെ മോളിക്യൂൾ തമ്മിൽ ഭയങ്കര അട്രാക്ഷനാണ്, അതുകൊണ്ട് അവരിങ്ങനെ ഉരുണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊഹിസീവ് ഫോഴ്സ് കൂടുതലും അഡിസീവ് ഫോഴ്സ് കുറവായിരിക്കും. ഇവിടെ ആ സർഫസ് നനഞ്ഞിരിക്കും. ഗ്ലാസ് പ്ലേറ്റിൽ വെള്ളം വീഴ്ത്തിയ ഗ്ലാസിൻ്റെ സർഫസ് നനയും. എന്നാൽ ചേമ്പിൽ വെള്ളമായാൽ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ നനവുണ്ടാവില്ല, അത് വാട്ടർ പ്രൂഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും അതിനെ നനക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കൂടിയാൽ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറയും. നേരത്തെ ഞാൻ സർഫസ് ടെൻഷൻ്റെ ഭാഗത്ത് ആ പോയിന്റ് പറയാൻ വിട്ടുപോയി തോന്നുന്നു. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ, ആ പോയിന്റ് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സർഫസ് ടെൻഷനും കുറയാണ്. എവിടെ നോട്ട് ചെയ്ത് തോന്നുന്നുണ്ട്, ഇപ്പോൾ തിരഞ്ഞ് കാണുന്നില്ല. അവിടെ ടെമ്പറേച്ചർ കൂടിയാൽ അല്ലെങ്കിൽ സോപ്പ് ഡിറ്റർജൻ്റ് ഒക്കെ ആഡ് ചെയ്താൽ സർഫസ് ടെൻഷൻ കുറയും, സ്പ്രെഡിങ് ആക്ഷൻ കൂടും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുമ്പോൾ സ്പ്രെഡിങ് ആക്ഷൻ കൂടുന്നത് കൊണ്ടാണ് ഹോട്ട് സൂപ്പൊക്കെ കോൾഡ് സൂപ്പിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാകും എന്ന് പറയുന്നത്. ഹോട്ട് സൂപ്പ് ആകുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറഞ്ഞാൽ പിന്നെ പരക്കുക ചെയ്യുക. ഓക്കെ, അങ്ങനെ പരക്കുന്ന സമയത്ത് കൂടുതൽ ടേസ്റ്റ് ബഡിലേക്ക് സൂപ്പ് എത്തും, അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നും. ആ പോയിന്റ് നേരത്തെ പറയാൻ വിട്ടുപോയി, ശ്രദ്ധിക്കുക. അതേപോലെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റും കുറയാണ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടെ ചൂടാക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് കുറയുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക് കാപ്പിലറി റൈസ്, വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷൻ. നോക്കണം, എന്താണ് കാപ്പിലറി റൈസ്? നിങ്ങൾക്കറിയാം, സൈലം വെസൽസ് വഴി പ്ലാന്റിൻ്റെ വേരിൽ നിന്ന് ഇലകളിലേക്കൊക്കെ വെള്ളം ഉയർന്നു പോകുന്നു. ബ്ലോട്ടിംഗ് പേപ്പർ, കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ച് നമ്മൾ വിയർപ്പ് വെള്ളം തുടക്കുമ്പോൾ കോട്ടൺ ക്ലോത്തിൻ്റെ നാരുകൾക്കിടയിലൂടെ വെള്ളം, അതേപോലെ മണ്ണെണ്ണ വിളക്ക് തിരികളുടെ വിളക്കിൻ്റെ തിരിയിലൂടെയൊക്കെ, നിലവിളക്കിൻ്റെ തിരിയിലൂടെയൊക്കെ ആ എണ്ണ ഇങ്ങനെ കയറിയിട്ടല്ലേ അതിൻ്റെ അറ്റം കത്തുന്നത്. ഇതാണ് നോക്കണം, ഇത് വളരെ ഡയാമീറ്റർ കുറഞ്ഞ ട്യൂബാണ് കാപ്പിലറി ട്യൂബ്. ഒരു കാപ്പിലറി ട്യൂബ് നമ്മൾ ഒരു ലിക്വിഡിനകത്ത് മുക്കി വെച്ചാൽ ആ കാപ്പിലറി ട്യൂബിനകത്ത് വെള്ളം മേലോട്ട് പൊങ്ങിയ നിൽക്കുക. ഇതാണ് കാപ്പിലറി റൈസ്. റൈസ് ഓഫ് എ ലിക്വിഡ് ഇൻ എ കാപ്പിലറി ട്യൂബ് ഡിപ്ഡ് ഇൻ ദി ലിക്വിഡ്. ലിക്വിഡിൽ മുക്കി വെച്ച കാപ്പിലറി ട്യൂബ് പറഞ്ഞാൽ ഉൾവ്യാസം കുറഞ്ഞ, ഇന്നർ ഡയാമീറ്റർ കുറഞ്ഞ നേർത്ത ട്യൂബ്, അതിനകത്ത് വെള്ളം ഉയർന്നു നിൽക്കുന്നു. ആ കാപ്പിലറി ഹൈറ്റിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. ഡെറിവേഷൻ സിമ്പിളായിട്ട് അവതരിപ്പിക്കുക. പാത്രം എടുത്തിരിക്കുന്നു, അതിലൊരു കാപ്പിലറി ട്യൂബ് വെച്ചു, അതിലേക്ക് വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ ഈ ഭാഗത ഈ രൂപത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു സർഫസ്, അതിൻ്റെ മെനിസ്കസ് ഇങ്ങനെ കാണും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ എച്ച് ഹൈറ്റിലേക്കാണ് വെള്ളം പൊങ്ങി നിൽക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ടുണ്ട്. എ എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്? എ എന്ന് കാണിച്ചിരിക്കുന്നത് ഈ കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ്. കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് ആണ് എ. ഓക്കെ, പിന്നെ ഇവിടെ ഞാൻ വേറൊരു റേഡിയസ് ആർ എന്ന് കാണിച്ചതോ, അതാണ് ഈ ലിക്വിഡ് സർഫസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ലിക്വിഡ് സർഫസ് കംപ്ലീറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു സ്ഫിയർ കിട്ടൂലേ. ആ ലിക്വിഡ് സർഫസ് കംപ്ലീറ്റ് ആക്കി കിട്ടുന്ന സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് ആർ. പിന്നെ അത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇവിടെ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് ആണ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, സത്യത്തിൽ ഇവിടെ ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാം. അതേ ആംഗിളാണ് ഇത് വരിക. അതാണ് ആംഗിൾ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ശരി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാപ്പിലറി റൈസിൻ്റെ ആ ഡയഗ്രത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാപ്പിലറി റൈസിൻ്റെ ആ കാപ്പിലാരിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ നോക്കാം. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഇവിടെ ഈ ലിക്വിഡ് സർഫസിൻ്റെ പുറത്തുള്ള ആ പ്രഷർ ഞാൻ പി ഐ എന്ന് എഴുതി, ഉള്ളിലുള്ള പ്രഷർ പി ഒ എന്നെഴുതി, താഴെയുള്ള പ്രഷർ പി ഒ. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു ബബിളോ ഡ്രോപ്പോ ഉണ്ടാകുമ്പോൾ ഇവിടെ പ്രഷർ പി ഐ എന്നും ഇവിടെ പി ഒ എന്നും അല്ലേ എഴുതുക. ഇങ്ങനെ ഒരു ഡ്രോപ്പോ ബബിളോ ഇവിടെ ഇല്ല, പക്ഷേ ഈ ഒരു സർഫസിനെ നമുക്ക് ഒരു വെള്ളത്തിലെ എയർ ബബിളിൻ്റെ ഒരു ഭാഗം പോലെയൊക്കെ കരുതാം. അതുകൊണ്ട് ഇവിടെ പി ഐ, ഇവിടെ പി ഒ എന്ന് എഴുതി. ശ്രദ്ധിക്കണം, പി ഐ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, പി എ എന്ന് പറയുന്നതും അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. എയും ബിയും ഒരേ ലെവലിലല്ലേ, അതുകൊണ്ട് പി എയും പി ബിയും അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഇനി എങ്ങനെ സിമ്പിളായിട്ട് എഴുതാം? പി ഐ മൈനസ് പി ഒ 2s/r അല്ലേ, ഡ്രോപ്പ് ആകുമ്പോഴും അതേപോലെ ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ആകുമ്പോഴും 2s/r. അതേപോലെ പി ഐ മൈനസ് പി ഒ = എച്ച് റോ ജി. പ്രഷർ ഡിഫറൻസിനെ എച്ച് റോ ജി നേരത്തെ എഴുതിയില്ലേ, ഇത് രണ്ടും എച്ച് റോ ജി എഴുതിക്കുക. പി ഐ മൈനസ് പി ഒ 2s/r, പി ഐ മൈനസ് പി ഒ എച്ച് റോ ജി. അപ്പോൾ എച്ച് റോ ജി = 2s/r, എച്ച് = 2s/r റോ ജി. ഇനി അതിലെ ഈ ആർ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ cos θ = a/r, അപ്പോൾ r = a/cos θ. ഈ ആറിന് പകരം a/cos θ കൊടുത്താൽ ഡെറിവേഷൻ കഴിഞ്ഞു. 2s cos θ/a റോ ജി. എങ്ങനെ ഈ പി ഐ മൈനസ് പി ഒ എച്ച് റോ ജി ആയി എന്നത് ഇവിടെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ പി ഐ അല്ല ശരിക്കും എഴുതേണ്ടത്, പി ബി എന്നാണ് എഴുതേണ്ടത്. പി ബിയും പി എയും ഒരേ ലെവലിലുള്ള പ്രഷറാണ്, പി ബിയും പി എയും ഈക്വലാണ്, അത് അറ്റ്മോസ്ഫറിക് പ്രഷറിന് ഈക്വലാണ്. ഓക്കെ, എന്നാൽ പി ഐ എന്ന് പറയുന്നതും അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. അപ്പോൾ അതുകൊണ്ട് പി ഐ മൈനസ് പി ഒ, പി ഐ മൈനസ് പി ഒ. ഓക്കെ, സിമ്പിളായി ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകൾ. ഒന്ന്, കാപ്പിലറി ട്യൂബിൻ്റെ റേഡിയസ് കൂടുതലാണെങ്കിൽ കാപ്പിലറി ഹൈറ്റ് എന്തെയും കുറയും. റേഡിയസ് കൂടിയ ട്യൂബാണെങ്കിൽ ഹൈറ്റ് കുറയും. രണ്ടാമത്, ഇത്ര ഹൈറ്റിലേക്ക് വെള്ളം പൊങ്ങി, അപ്പോൾ എക്സാമിന് ചോദിക്കും ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഓവർഫ്ലോ ഉണ്ടാവും? ഇല്ല.
അവിടെ വെച്ച് കട്ട് ചെയ്ത ഓവർഫ്ലോ ഉണ്ടാവില്ല. ആ ലിക്വിഡ് സർഫസിൻ്റെ ആ മെനിസ്കസ്, ആ സർഫസിൻ്റെ റേഡിയസ് അങ്ങ് കൂടി ടോപ്പിലേക്ക് വെള്ളം പൊങ്ങി നിൽക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഓവർഫ്ലോ ഉണ്ടാവില്ല എന്ന് പഠിക്കണം. അതേപോലെ കാപ്പിലറി ട്യൂബ് ചെരിച്ചു വെച്ചാലും ആ ട്യൂബിനകത്തൂടി വെള്ളം പൊങ്ങും. അപ്പോഴും ഈ ഹൈറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, പൊങ്ങുന്ന ഹൈറ്റ് സെയിം ആയിരിക്കും എന്ന് ഓർത്ത് വെക്കണം. സോ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്റർ, വലിയ ചാപ്റ്റർ, 8-9 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആ വലിയ ചാപ്റ്ററിൽ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ക്വിക്കായി ഈ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ടോപ്പിക്കുകളും വൃത്തിയായി പഠിക്കുക. ഡെറിവേഷൻസ് എല്ലാം വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം നോട്ട് എടുത്ത് ആ നോട്ട് നോക്കി എല്ലാ ഡെറിവേഷൻസും കുറഞ്ഞ സ്റ്റെപ്പുകളിലാക്കി കാണിച്ചിട്ടുണ്ട്. വൃത്തിയായി പഠിച്ചെടുക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. താങ്ക് യു ആൾ.